നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂരിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂരിലെ RSS ആസ്ഥാനത്തെത്തി. പ്രധാനമന്ത്രി പദവിയിലെത്തിയ ശേഷമുള്ള മോദിയുടെ ആദ്യ സന്ദർശനമാണിത്. ഹെഡ്കോവറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം RSS സംഘചാലക മേധാവി മോഹൻ ഭാഗവതിനെ കണ്ടു. നാഗ്പൂർ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്ന് സ്വീകരിച്ചു. +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്കിടയിലെ ആൾമാറാട്ടം. +1 വിദ്യാർത്ഥിക്കെതിരെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട്. കോഴിക്കോട് നാദാപുരത്ത് +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്കിടെ ആൾമാറാട്ടം നടത്തിയ സംഭവത്തിൽ +1 വിദ്യാർത്ഥിക്കെതിരെ പോലീസ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് തയ്യാറാക്കും. കുട്ടി പ്രായപൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് നടപടി. +1 വിദ്യാർത്ഥിക്ക് പകരം പരീക്ഷ എഴുതിയ ബിരുദ വിദ്യാർത്ഥിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. നാദാപുരം കടമേരി RSCHSലായിരുന്നു സംഭവം. ബിരുദ വിദ്യാർത്ഥിയായ മുഹമ്മദ് ഇസ്മയിലാണ് അറസ്റ്റിലായത്. +1 വിദ്യാർത്ഥിക്കെതിരായ റിപ്പോർട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കും. കൊച്ചിയിൽ പിടികൂടിയ കുഴൽപ്പണം ടെക്സ്റ്റൈൽസ് ഉടമയുടേത്. നിർണായക കണ്ടെത്തൽ. കൊച്ചി വില്ലിംഗ്ടൺ ഐലൻഡിന് സമീപം ഓട്ടോറിക്ഷയിൽ നിന്ന് കുഴൽപ്പണം കണ്ടെത്തിയ സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. പണം കൊടുത്തുവിട്ടത് കൊച്ചി മാർക്കറ്റ് റോഡിലെ ടെക്സ്റ്റൈൽസ് ഉടമ രാജാ മുഹമ്മദ് എന്നയാളാണ്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യാനിരിക്കുകയാണ് പോലീസ്. ആർക്കു വേണ്ടിയാണ് പണം കൊണ്ടുവന്നതെന്ന കാര്യത്തിലും വ്യക്തത വരുത്തും. കേസിൽ പിടിയിലായ ഓട്ടോ ഡ്രൈവർ തമിഴ്നാട് സ്വദേശി രാജഗോപാലിന് പങ്കില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇടക്കൊച്ചി കണങ്കാട്ട് പാലത്തിന് സമീപം നടന്ന റെയ്ഡിൽ ഓട്ടോറിക്ഷയിൽ നിന്ന് 2.70 കോടി രൂപയാണ് പിടികൂടിയത്. 3 സഞ്ചികളിലായി 500ന്റെ 97 നോട്ടുകെട്ടുകളാണ് ഉണ്ടായിരുന്നത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടന്ന പരിശോധനയിലാണ് കൊച്ചി ഹാർബർ പോലീസ് കുഴൽപ്പണം കണ്ടെത്തിയത്. മഞ്ഞപ്പിത്തം ബാധിച്ച ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കോഴിക്കോട് അമ്പായത്തോട് മിച്ചഭൂമി 4ാം പ്ലോട്ടിൽ താമസിക്കുന്ന ചാന്ദനത്തിൽ ജിതിനാണ് മരിച്ചത്. 33 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. രോഗലക്ഷണങ്ങളെ തുടർന്ന് 3 ദിവസം മുമ്പ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ട്രെയിൻ ഇടിച്ചു മരിച്ചയാളുടെ പേഴ്സിൽ നിന്ന് പണം മോഷ്ടിച്ചു. ആലുവയിൽ SIക്ക് സസ്പെൻഷൻ. ആലുവ പോലീസ് സ്റ്റേഷനിലെ SI സലീമിനെയാണ് റൂറൽ SP സസ്പെൻഡ് ചെയ്തത്. ട്രെയിൻ ഇടിച്ചു മരിച്ച രാജസ്ഥാൻ സ്വദേശിയുടെ പേഴ്സിൽ നിന്നാണ് പണം SI എടുത്തത്. 3000 രൂപയായിരുന്നു എടുത്തത്. ആകെ പേഴ്സിൽ 8000 രൂപയാണ് ഉണ്ടായിരുന്നത്. പേഴ്സിലെ പണത്തിന്റെ കണക്ക് പോലീസ് എണ്ണി തിട്ടപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷമാണ് SI പണമെടുത്തത്. പിന്നീട് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മോഷണം വ്യക്തമായത്. തുടർന്ന് SIയെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു.